ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോളിഷ് കല്യാണത്തിനെ കുറിച്ചിട്ടാണ്. എനിക്കൊരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ പോളിഷ് കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് വെച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, കാര്യങ്ങളുണ്ടോ, പിന്നെ അതുപോലത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയാം. നമ്മുടെ നാട്ടിലെ പോലെ പാൻറ്റ് ഷർട്ട് ഇട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പകരം അത് മതി കേട്ടോ. പക്ഷെ ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഇൻസേർട്ടൊക്കെ ചെയ്ത് നല്ല സൂപ്പർ ഇതിങ്ങനെ പോയാൽ കോസ്റ്റ്യൂം ഇതായിരുന്നു. പിന്നെ ലോഫറൊക്കെ വേണം. ഈ കാണുന്ന ലോഫറൊക്കെ വേണം. വയറ് പൊട്ടാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സൗണ്ടൊക്കെ വന്നത്. ഒരു ലോഫർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലാഭമായി. കാരണം ഇവിടെ ലോഫർ മേടിക്കുന്നത് നല്ല കാശാണ്. ഇത് ഞാൻ 600 രൂപയ്ക്ക് നാട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഷർട്ടും അതേപോലെ പാൻറ്റ് എടുത്തു. വയറ് പൊട്ടാറായി. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഷർട്ടൊക്കെ എടുത്ത് ഇട്ടേക്കണേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെ ക്ഷണിക്കുമെന്ന്. നല്ല രസമായിരുന്നു. ഞാനൊരു കാലത്തൊരു 12:30 ഇറങ്ങിയതാണ്. ഇപ്പം സമയം പോളണ്ടിൽ അറൗണ്ട് ഒരു 7:45. ഇത്രയും മണിക്കൂർ നീണ്ടുന്ന പരിപാടിയായിരുന്നു. കുറേ ആൾക്കാരൊന്നുമില്ല. ഒരു ഇൻറ്റിമേറ്റ് വെഡിങ് എന്നൊക്കെ പറയില്ല, ആ ഒരു സ്കീമാണ് ആകെപ്പാടെ ഉണ്ടായത്. ഒരു 70-80 ആൾക്കാർ, അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ആദ്യം ചെല്ലുന്നു. ചില കല്യാണങ്ങൾ പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ പള്ളി വേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. നമ്മളല്ല, സോറി, കല്യാണ ചെക്കനും കല്യാണ പെണ്ണും അവർ തന്നെയാണ് മൊത്തം പേയ്മെൻറ്റും പരിപാടികളൊക്കെ. അപ്പോൾ കല്യാണം പള്ളി പരിപാടി ഇല്ല. നേരെ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, മാരേജ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുദ്രയൊക്കെ കാണിക്കുന്നു, ഒരു മേപ്പ്. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ബുക്കിംഗ് വലിച്ചെറിയുന്നു. ആ സ്കീം പരിപാടികളൊക്കെ ഞാൻ പറ്റാവുന്ന ക്ലിപ്പുകളൊക്കെ വീഡിയോ തന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ എടുത്തത് അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ഇൻറ്റിമേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ സെൻട്രിക്കോട് ഒരു പ്രദക്ഷിണം പോലെ ഇങ്ങനെ നടന്ന് നമ്മൾ എവിടെയാണോ ലൈക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. ഇനീഷ്യലി നമുക്ക് എന്നിട്ടായിരുന്നു വൈൻ കിട്ടി, ഷാമ്പയിൻ കിട്ടി, അത് കുടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ സൂപ്പ് വന്നു, പിന്നെ മെയിൻ കോഴ്സ് വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഡെസേർട്ട് വന്നു. അതായിരുന്നു ആ ഫുഡിൻ്റെ കേസ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളടി തുടങ്ങിയാൽ എല്ലാവരും കിണ്ടിപ്പുറം ആവണ വരെയാണ് പരിപാടി. ഞാൻ ആർമടായിട്ടൊന്നും കുടിച്ചില്ല, കുറച്ച് വൈൻ കുടിച്ചു. പിന്നെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഏപ്രോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്പിറ്റ്സും കുടിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയുള്ളതിൻ്റെ പേരിൽ നിർത്തി. ബാക്കിയുള്ളവർക്ക് അടിച്ച് കിണ്ടിയുടെ പുറത്ത് കയറും. അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കിണ്ടിപ്പുറത്ത് കയറും. അത് നമ്മുടെ നാട്ടിൽ പോലെ അലമ്പാവുന്നില്ല. ആ ഒരു പരിപാടിയിൽ തന്നെ മൊത്തം തീരും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ജോലിയുള്ളതിൻ്റെ പേരിലാണ് നേരത്തെ വന്നത്. ബാക്കിയുള്ളവർ ഞാനൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഒരു വെളുപ്പിന് 4 മണി വരെ ഉണ്ടാവും. 4 മണി മാക്സിമം ഒരു 6 മണി വരെയൊക്കെ കാണും. ഇവിടുത്തെ മാരേജ് പരിപാടി എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു ഉച്ചയ്ക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് വെള്ളം അടിച്ച് പിന്നെ അവിടുത്തെ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് പിറ്റേ ദിവസം കാലത്ത് വരെ ഉണ്ട്. അത്രയും രസമാണ്. പിന്നെ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള അത്ര ആൾക്കാരെ വിളിക്കണം. അല്ലാതെ ലോകം മുഴുവൻ വിളിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവരോട് ചോദിച്ചപ്പോൾ ആയാലും ഇല്ല. പക്ഷേ ഈ 40-50 ആൾക്കാർ, 60, ഈ ഒരു 70 ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അതിന് അവർക്ക് വരുന്ന ചിലവ് അറൗണ്ട് ഒരു 55,000 പ്ലസ് സ്ലോട്ടിയാണ്. അതായത് നാട്ടിൽ അറൗണ്ട് ഒരു 10 ലക്ഷത്തിനടുത്ത് വരും. 55,000 എന്ന് പറയുമ്പോൾ 10 ലക്ഷം ഇല്ല, ഒരു 8-9 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. ഇവിടെ ഒരു 60 ആൾക്കാർ വിളിച്ചൊരു കല്യാണം നടത്താം. കാരണം അവിടെ പള്ളിയിൽ വീട്ടിൽ നടത്തിയില്ലെങ്കിലും പള്ളിയിൽ ഒരു എമൗണ്ട് കൊടുക്കണം, രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം. പിന്നെ ഈ ഫുഡിൻ്റെ പരിപാടിക്ക് നല്ല ചിലവാണ്, അത് കൊടുക്കണം. അപ്പോൾ 55,000 അല്ലേ, 55,000 കൂട്ടുന്നു. നമുക്കൊരു 60,000 കൂട്ടാം. എന്തിനാ വെറുതെ കുറയ്ക്കണേ? 60,000 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 12,60,000 രൂപ കല്യാണ ചിലവ് വരും. ഈ 70 ആൾക്കാർ വിളിച്ച് ഫുഡും പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അതാണ് കല്യാണത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള. ടു മച്ച് ഗ്രേറ്റ്ഫുൾ. എന്തെങ്കിലും ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവരെന്തായാലും ഞാൻ ക്ഷണിക്കും. അപ്പോൾ ഞാൻ അവർ ലൈവായിട്ട് കാണിച്ചു തരാം. അല്ല, ഞാൻ ക്ലിപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോയുടെ എവിടെയെങ്കിലൊക്കെ കാണിച്ചു തരാം. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും ഒരു പോളിഷ് കല്യാണം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. എന്നെ ഇൻവൈറ്റ് ചെയ്തു. അവർ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മാരേജിൽ എന്നെ പാർട്ടാക്കിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. ഐ എം ടു മച്ച് താങ്ക്ഫുൾ ഫോർ ഇൻവൈറ്റിംഗ് മീ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നിങ്ങൾക്ക് പറയാൻ അറിയാൻ പാടില്ല, കാരണം അവരെന്തെങ്കിലും ഇത്ര കാണാൻ പോണില്ല. ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അത്രയും താങ്ക്ഫുൾ ആണെന്ന് പറഞ്ഞേ. വേറെ എന്താണ് പറയാനുള്ളത്? പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നത് ചെക്കൻ പോളിഷുകാരനും പെണ്ണ് അർജന്റീനക്കാരിയാണ്. പക്ഷേ ഇതിലൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 വർഷം കാത്തിരുന്നു ഇവർക്ക് ഈ ഡേറ്റ് കിട്ടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, ഏതെങ്കിലും ഒരു വേറൊരു രാജ്യത്തുള്ള ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ചെക്കനെ പ്രേമിച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ PR സിമ്പിളായിട്ട് കിട്ടുന്നത്. ആ ഒരു സ്കീം തന്നെ ഇവിടെ അത് കിട്ടാൻ ഇപ്പോൾ പെടലാണ്. ഒരു വേറെ രാജ്യത്തുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇവിടെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് പ്രോപ്പറാണ്, ജെന്യുവൻ ആണെന്ന് മനസ്സിലായാൽ മാത്രമേ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം കള്ളേറ്റ് അടിച്ചിട്ട് പറയപ്പെടുന്നത്. അല്ല, അങ്ങനെയാണ് ഇപ്പോൾ. അവർ 2 വർഷം പ്ലസ് വെയിറ്റ് ചെയ്തു ഈ കല്യാണം ഇപ്പോൾ നടന്നതുപോലെ നടക്കാനായിട്ട്.
അപ്പോൾ ഇവിടെ വന്നിട്ട് പോളിഷ് അല്ലെങ്കിൽ പോളിഷ് ചെക്കനെ കെട്ടുക അങ്ങനത്തെ സ്കീമിലൊക്കെ വിചാരിച്ചാലും ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ കല്യാണ പരിപാടി നടക്കും. പിന്നെ കയ്യിൽ നിന്ന് കാശ് വെട്ടിപ്പായിട്ട് ഇറങ്ങും. അതിപ്പോൾ ആൾക്കാരെ വിളിച്ചാൽ വെറുതെയും ആൾക്കാരെ വിളിക്കേണ്ട വെറുതെയും വെട്ടിപ്പായിട്ട് ഇറങ്ങും. പിന്നെ നല്ല രസമായിരുന്നു. ടു ബി ഓപ്പൺലി ഫ്രാങ്ക്, ഇറ്റ്സ് റിയലി നൈസ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് പരിചയമുള്ള വളരെ കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫ്രം ദി ബിഗിനിങ് ടു ലാസ്റ്റ്. കുറേ ബന്ധുക്കൾ പരിപാടികളൊന്നുമില്ല. ഏറ്റവും അടുത്ത കുറച്ച് റിലേറ്റീവ്സ്, പിന്നെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ള ആൾക്കാർ. നല്ല രസമായിരുന്നു. പിന്നെ ഫുഡ് പരിപാടികളൊക്കെ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. അതൊക്കെയായിരുന്നു ഫുഡ്. എനിക്ക് നാളെ ജോലിക്ക് വരാനുള്ളതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ ഇറങ്ങി. വരണ സമയത്ത് പറയുന്നതിന് മുന്നേ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ഒന്നല്ലെങ്കിൽ കോട്ട് സൂട്ട്, ചെക്കന്മാരുടെ കാര്യം ഉണ്ട്. അപ്പോൾ ഈ പെൺപിള്ളേർക്ക് എന്തുകൊണ്ടെങ്കിലും ഇടാൻ വലിയ വിഷയമുള്ള കാര്യമല്ല. കോട്ട് സൂട്ട് ഇടാം. എനിക്ക് കോട്ട് സൂട്ടും കല്യാണത്തിന് മേടിക്കാൻ വയ്യ. അപ്പം ഞാൻ ഫുൾ ഷർട്ടും മേടിച്ചു, തെറ്റില്ലാത്തത്. ഒരു പാൻറ്റും ഇട്ടു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് രണ്ടേ ഇടാൻ പറ്റുള്ളൂ, ആ പരിപാടികളൊന്നുമില്ല. വെള്ള ഷർട്ട് പിന്നെ പ്രത്യേകിച്ച് ഇടരുത്, കാരണം അത് ചെക്കൻ്റെ അവകാശമാണ്. വെള്ള ഷർട്ട് ഇടാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ ഗിഫ്റ്റിൻ്റെ പരിപാടിയെ കുറിച്ചൊരു ഫൺ ഫാക്റ്റ് ഉണ്ട്. അതായത് ദേ ഡിസൈഡ് വാട്ട് യു ഷുഡ് ഗീവ്. ഇപ്പം നമുക്കൊരു ലിസ്റ്റ് തരും എന്താ അവർക്ക് വേണമെന്നുള്ളത്. എന്നിട്ട് നമ്മളത് ചൂസ് ചെയ്യാണ്ട് അവരെ നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ അവർ ആ ലിസ്റ്റിൽ നിന്ന് അത് മാറ്റും. ബാക്കിയുള്ളവർ അതിൽ നിന്ന് ഓരോന്നായിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നല്ലെങ്കിൽ ഇവർ തന്ന ലിസ്റ്റിലുള്ള സാധനം മേടിക്കുക, അല്ലെങ്കിൽ ഇവരൊരു പേയ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നൊരു കല്യാണക്കുരിയുടെ കൂടെ തന്നെ നമുക്ക് ലിസ്റ്റ് വരും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കല്യാണക്കുരി വീട്ടിലൊന്നും ക്ഷണിക്കുന്ന പരിപാടിയല്ല. കല്യാണക്കുരി നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് ഇവർ അയക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അഡ്രസ്സിലേക്ക് വന്നു, അത് എൻ്റെ ഹോസ്റ്റൽ അഡ്രസ്സിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ വന്നു. അങ്ങനെയാണ് ഇവിടുത്തെ മാരേജിൻ്റെ ഒരു പരിപാടി. പിന്നെ ഓവറോൾ സെറ്റ് പരിപാടിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വയറ് തിന്നു. വയറ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടും. ആ ഒരു അവസ്ഥയിലാണ് ഡിപ്പെൻഡ് ചെയ്യണേ. ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. വേണ്ട, കാണിച്ച് ആർഭാടാക്കുന്നില്ല. അത്രയും കഴിച്ചു, അത്രയും അടിച്ചു പൊടിച്ചു. പക്ഷേ ഇനിയാണ് ശരിക്കും അടിപൊളി ആവാൻ പോകുന്നത്. എല്ലാവരും നല്ല കിണ്ടിപ്പുറത്ത് കയറിയിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത്. ഇനി മൊത്തം രാത്രി ഫുൾ ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ, വന്നപ്പോൾ അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എല്ലാവർക്കും. ഞാനവിടെ ആദ്യം അറിയാണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്തൊക്കെ കിട്ടി എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു ടാഗ് പോലെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ സെലിബ്രേറ്റിംഗ് വിത്ത് അസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഗിഫ്റ്റിൽ എന്തൊക്കെയുണ്ട് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഒരു മേശപ്പൂ പോലത്തെ മിഠായി. കഴിക്കുന്നില്ല, എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ വേറെ 2 മിഠായും കൂടി. പിന്നെ കുറച്ച് റോസാപ്പൂ ഉണങ്ങിയതും ഉണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരു ഷോട്ടിൻ്റെ ഗ്ലാസ് ഉണ്ട്. അത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഗിഫ്റ്റായിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വോഡ്ക്കയുടെ കുപ്പി തന്നിട്ടുണ്ട്. ഇത് ഒരു 2 ഷോട്ടിനുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി കുപ്പിക്കൊക്കെ ഒരു അറൗണ്ട് ഒരു ഏത് കമ്പനി, ഒരു 10-20 ലോട്ടി വന്നിട്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞി കുപ്പി, 2 സ്മോള്. ഇത്ര സാധനങ്ങളാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. നല്ല ക്യൂട്ട് വെഡിങ് അല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ പോളിഷ് വെഡിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ്. പറ്റാവുന്ന ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കയറ്റുന്നതായിരിക്കും. നിങ്ങൾക്കും ഇവിടെ പോളിഷാരുടെ ഒരു വെഡിങ് ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ട്രൈ ടു എൻജോയ്, അടിച്ച് പൊളിക്കുക. അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആസ് ഓൾവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറ്റുമെങ്കിൽ അയച്ചു നോക്കാം. അയച്ചു കൊടുത്തില്ലെങ്കിലും ഈ പ്രശ്നമൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരി, ബൈ ബൈ. അമ്മേ. അതെ, അവർ വരികയാണ്.